മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ കഫേ സ്റ്റൈൽ ക്യാൻറ്റീനിന് 50 ലക്ഷം രൂപ മാറ്റി വെക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു ഫാന് വാങ്ങിച്ചത് 1000 നല്ല ഉഷാറിലാണല്ലോ. എന്നെ ഇന്റർവ്യൂലൊക്കെ ഇതിനകത്ത് വിളിക്കുന്ന ഒരു പേരുണ്ട്, നെപ്പോ കിങ്. വട്ടപ്പേര് പറയടാ. നെപ്പോ കിങ്, ഫ്ലാഗ് ബെയർ ഓഫ് നെപ്പോട്ടിസം എന്നൊക്കെ പറയാം. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. പക്ഷെ ഒരുപാട് സമയമെടുത്ത് നമുക്ക് എന്നുവെച്ചാൽ ആ പേര് മാറി. പണ്ട് തന്നെ കണ്ടിരുന്ന സമയത്ത് ആൾക്കാരൊക്കെ പറഞ്ഞിരുന്ന ശ്രീനിവാസന്റെ മകൻ, ശ്രീനിവാസന്റെ മോൻ എന്ന് പറഞ്ഞു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ. പിന്നെ കുറെ കാലം വിനീത് ശ്രീനിവാസന്റെ അനിയൻ എന്ന് പറയാൻ തുടങ്ങി. സന്തോഷായി, നല്ല സന്തോഷമായി. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ധ്യാൻ ശ്രീനിവാസനായി. പിന്നെ എന്നെ ആൾക്കാർ പുറമേ നിന്ന് വിളിക്കുമ്പോ എന്നെ വിളിക്കുന്നത് ധ്യാനേന്നാണ്. എനിക്ക് വയ്യ. ആ സ്നേഹം എനിക്ക് കിട്ടിയത് ഈ പറഞ്ഞ പോലെ എന്റെ സിനിമകളിലൂടെയല്ല. അതുകൊണ്ട് തന്നെ എന്റെ സിനിമ കാണാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല. തുടർന്നും എനിക്ക് ഇന്റർവ്യൂവിൽ തരുന്ന പ്രോത്സാഹനം നിങ്ങൾ തുടർന്ന് തന്നുകൊണ്ടിരിക്കുക. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഞാൻ ജനിച്ച മുതല് ഞാൻ പാലക്കാട് നമ്മൾ ചെന്നൈയിലൊക്കെ ബൈ റോഡ് വഴി പോകുന്ന സമയത്ത് തൃശ്ശൂർ കഴിഞ്ഞ് വടക്കാഞ്ചേരി കഴിഞ്ഞ് പാലക്കാട് എത്തി കഴിയുമ്പോൾ വലിയ ഫ്ലക്സുകളൊക്കെ ഉണ്ടാവും, KSU യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, എന്ന് ഞാൻ ചെറുപ്പമാണ്, 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കും. ആരാണ് അച്ഛാ ഇത്? അച്ഛൻ പറയും, ഇതാ മോനെ ഷാഫി. സംശയമൊന്നുമില്ലല്ലേ. പിന്നെ ഞാൻ ഷാഫിയെ കാണുന്ന 2-3 വീഡിയോകളിലൂടെ ഞെട്ടിപ്പിക്കുന്ന ഗർജിക്കുന്ന പല പ്രസംഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും ആകർഷിച്ച അല്ലെങ്കിൽ എന്നെ ഏറ്റവും അദ്ദേഹത്തോട് അടുപ്പിച്ചൊരു വീഡിയോ പദയാത്ര മതിയായിരുന്നു. എന്താ സംഭവം കേക്കട്ടെ. അതായത് നിങ്ങൾക്ക് അറിയാത്തോണ്ട് അങ്ങനെ ചിരിക്കാത്ത ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞങ്ങള് ഒരു സൈക്കിൾ റാലി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അപ്പൊ ഇതിങ്ങനെ 100 ചില്ലറ കിലോമീറ്റർ ഉണ്ട്. ഇതിങ്ങനെ ഒരു കയറ്റം ഇങ്ങനെ ഭയങ്കരമായിട്ട് കയറാം. സൈക്കിളിൽ നിന്ന് ഇറങ്ങി ഉന്തി കയറ്റാൻ പറ്റില്ലല്ലോ. സത്യമാണോ ഈ പറയുന്നത്? അപ്പൊ ഞാൻ ചവിട്ടിക്കൊണ്ടിരുന്നപ്പം അപ്പൊ ഞാൻ കൂടുതലോട് പറഞ്ഞു, എടാ പദയാത്ര തന്നെ മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ടില്ല, ഇത് കേക്ക്, പദയാത്ര തന്നെ മതിയായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞ് അണ്ണന്റെ തന്നെ ബുദ്ധിയാണല്ലോ, അണ്ണൻ ചവിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആരോ മുമ്പിൽ നിന്ന് പറഞ്ഞ് ഇത് ലൈവാണ്, ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവനോട് കൈ കാണിച്ചു, എടാ അത് ഡിലീറ്റ് ചെയ്യടാ, ലൈവ് ആണെങ്കിൽ അത് പോസ്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ അവൻ എന്നോട് തംസപ്പ് ഒക്കെ കാണിച്ചു. ഡിലീറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതും കൂടെ അവൻ ലൈവായി കൂടെ. നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.